praise you, Master. Worship you, Lord. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കാൻ ഈ പാൻഡമിക്കിൻ്റെ നടുവിലും ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരാൻ ദൈവം തന്ന ഭാഗ്യം, ആ സമയം, പ്രാഗൽഭ്യം, ആരോഗ്യം, ഇതിനെല്ലാത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സർവമാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് ഞാൻ സകല ബഹുമാനങ്ങളും അർപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത്. വളരെ ആഴമേറിയ ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവ് നമ്മോട് നൽകി തന്നു. ഇന്ന് രാത്രി നാം ധ്യാനിക്കാനായി പോകുന്നത് 13-ാമത്തെ അധ്യായമാണ്. എത്ര വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഓരോരോ വാക്യങ്ങളായിട്ട് ക്രിസ്തുവിൽ ധ്യാനിക്കാം. റോമാലേഖനം പൊതുവെ പരിചിതമായ വാക്യങ്ങളാണിത്. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസം നമ്മളെ പഠിപ്പിച്ചത്. സ്തോത്രം. ഇന്ന് 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സമൂഹത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധത എന്താണ്? നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നാം കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്തയുണ്ടാകും, ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്നവനാ, വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആളാ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തുകാരനല്ല. സത്യമാത് നമ്മൾ ആരും ഈ ലോകത്തിലുള്ളവരല്ല, നമ്മൾ സ്വർഗീയന്മാരാണ്. അവിടെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞ് ഞാൻ സ്വർഗീയനാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. വി ആർ സ്പിരിറ്റ് ബീയിങ്. നമ്മൾ ആത്മമനുഷ്യരാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവരാ. പക്ഷേ ദൈവവചനം നമ്മൾ യഥാർത്ഥമായിട്ട് പഠിച്ചാൽ ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ വരവോളം, അവൻ ഈ ഭൂമിയിൽ ദൈവം അവനെ അനുവദിക്കുന്ന സമയത്തോളം അവന് ചില കർത്തവ്യങ്ങൾ, ചില ഡ്യൂട്ടീസ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അത് നിറവേറ്റുവാൻ അവൻ ബാധ്യസ്ഥനാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ വരവ് നോക്കിയിരിക്കുന്നു. അവിടെ കൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആമേൻ. ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ 3 സ്ഥാപനങ്ങളുണ്ട്. 3 സ്ഥാപനങ്ങൾ. There are 3 institutions that have been ordained by God in this world. അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ആ 3 സ്ഥാപനത്തിൻ്റെ അകത്തും there are levels of submissions and authority. അതിനകത്ത് അധികാരങ്ങളും അധികാര പരിധികളും ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങളെന്ന് പഠിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനപരമായ ഘടകം കുടുംബമാണ്. കുടുംബം, രക്തബന്ധമുള്ള ആളുകൾ പരസ്പര പരിചരണത്തോടുകൂടി കഴിയുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് കേട്ടോണ്ട് കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാജ്യം നന്നാകും. അപ്പോൾ എല്ലാറ്റിൻ്റെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് കുടുംബമാണ്. നമ്മുടെ കുടുംബമാണ് എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത്. ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ശ്രദ്ധിച്ചാൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു രാജ്യത്തിന് ഒരിക്കലും മുതൽക്കൂട്ടല്ല. അവരെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഒരു ഭവനത്തിനകത്ത് കരുതലും കൂട്ടായ്മയും ഉണ്ടായിരിക്കണം. അവിടെ അധ്വാനവും ആശ്വാസവും ഉണ്ട്.
അവിടെ സമർപ്പണവും അധികാരമുണ്ട്. there is submission and authority. അവിടെ ഒരു ഡിവൈൻ ഓർഡർ ഉണ്ട്. ഏതൊരു കുടുംബത്തിനകത്തും ദൈവം ഒരു ഡിവൈൻ ഓർഡർ വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു കുടുംബത്തിന്റെ തല അവിടുത്തെ ഭർത്താവാണ്. സംസ്കാരം അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം എന്ന് പഠിപ്പിക്കുന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഫെമിനിസ്റ്റിക് ചിന്താഗതികൾ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മെയിൽ ഷോവനിസ്റ്റുകൾ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവത്തിന്റെ വചനമാണ്. ഒരു ഓർഡർ ഒരു കുടുംബത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് ഒരു ഭാര്യയുടെ തലയാണ്, ഒരു കുടുംബത്തിന്റെ നാഥനാണ്. കുഞ്ഞുങ്ങൾ ആ പേരന്റൽ അതോറിറ്റിക്ക് താഴെയാണ്. ഈ ഓർഡർ തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്യോന്യ ബഹുമാനത്തിൽ അന്യോന്യം കീഴടങ്ങി ബഹുമാനിച്ച് അനുസരിച്ചു പോകുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാകും. ആമേൻ. That makes a happy home. ഈ ഡിവൈൻ ഓർഡർ എവിടെ തകിടം മറിക്കുന്നുവോ അവിടെ ആശയക്കുഴപ്പമുണ്ടാകും, അവിടെ പ്രക്ഷുബ്ധത ഉണ്ടാകും. There will be confusion and turmoil. അറെ കുഴപ്പമല്ല, ദൈവത്തിന്റെ ആ ഓർഡറിനെ ലംഘിച്ചു. ദൈവമക്കളെ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം നിങ്ങൾക്ക് പടുത്തുയർത്തണമെങ്കിൽ you have to obey the word of God. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള ഡിവൈൻ ഓർഡറുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏലിയാവ് യാഗം കഴിക്കാനായി പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യം ചെയ്ത കല്ലുകളെല്ലാം അടുക്കി വെച്ചു, ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നു. If you want to please the Lord and if you want to get the favor of the Lord into your family, നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ, ഒലക്ക വിഴുകിയിട്ട് ചുക്ക് കഷായം കൊടുത്തിട്ട് കാര്യമില്ലെന്ന്. You have to set that order first, then pray to the Lord, and God is faithful to construct your family, to rearrange everything. Hallelujah. Amen. To വീണ്ടെടുക്കാൻ, അതിനെ പുനർനിർമ്മിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. രണ്ടാമത്തെ ദൈവിക സംവിധാനം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചാണ്, സഭയാണ്. ഹല്ലേലൂയ. ചിലർ പറഞ്ഞിട്ടുണ്ട് the church is your second home. സഭ എന്ന് പറഞ്ഞ നിങ്ങളുടെ രണ്ടാമത്തെ വീടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം, ദാറ്റ് ഈസ് എ ലോക്കൽ ചർച്ച്. അന്യോന്യം കൂട്ടായ്മ ആചരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഒരു സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഇറ്റ്സ് നോട്ട് എ ക്ലബ്. ഒരാഴ്ചയിലും കൂടി വന്ന് ആമേൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നതല്ല ദൈവസഭ. ദൈവസഭയ്ക്കൊരു ദൗത്യമുണ്ട്. സ്തോത്രം. ഈ ദൈവസഭയ്ക്കകത്തൊരു ഡിവൈൻ ഓർഡർ ഉണ്ട്. ഈ ദൈവസഭയുടെയും തല ക്രിസ്തുവാണ്. മുഴുവൻ സഭയുടെയും ഭരണാധികാരി ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ കീഴെയാണ് ദൈവസഭ. ക്രിസ്തുവിന്റെ കീഴെ ദൈവം പാസ്റ്റേഴ്സ്, ഡീക്കന്മാര്, സഭാംഗങ്ങൾ, we all will come under that authority. ഇങ്ങനെ ദൈവം സ്ഥാപിച്ച ഒരു ഡിവൈൻ ഓർഡർ നമ്മൾ കീപ്പപ്പ് ചെയ്യുമ്പോൾ ആ സഭയ്ക്കകത്ത് അനുഗ്രഹം, അവൻ ദൈവകൃപയുടെ വ്യാപാരവും വളർച്ചയും സമൃദ്ധിയും എല്ലാം ഉണ്ടാകും. Hallelujah. The third thing is the government. സർക്കാർ സംവിധാനങ്ങൾ. നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണകളെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി മാറ്റിക്കളയും. ഒരു രാജ്യത്തെ ഭരിക്കാനായിട്ട് നാം പക്ഷേ വോട്ടിട്ടൊക്കെ ആയിരിക്കും അവരെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തെ ഭരിക്കാൻ ദൈവം ആക്കി വെക്കുന്നതാണ് ഭരണകൂടം. സ്തോത്രം. നാം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മെ പോലെ തന്നെ മറ്റ് സിറ്റിസൺസിനും
അല്ലേ? മറ്റു പൗരന്മാർക്കും ജീവനും സ്വത്തിനും പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. പൗരന്മാർ എത്രമാത്രം ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുമോ അത്രത്തോളം ആ രാജ്യത്ത് സമാധാനമുണ്ടാകും, ആ രാജ്യത്തിന് ഔന്നിത്യം ഉന്നതി ഉണ്ടാകും, ആ രാജ്യത്തിന് സന്തോഷം ഉണ്ടാകും. ഈ 3 ഓഫീസസിനെ, ഈ 3 സ്ഥാപനങ്ങളെ, ഈ 3 ഓർഡിനേഷൻസിനെ ഈ വാക്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് നാം ഓരോന്നായിട്ടത് പഠിക്കാനായി പോകുകയാണ്. ദൈവമക്കളെ, നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അത് കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനൊക്കത്തില്ല. 12-ാം അധ്യായത്തിൽ നാം പഠിച്ചത് ആത്മീകവും സാമൂഹികമായ തലത്തിൽ നമ്മുടെ കർത്തവ്യങ്ങളെ, കടമകളെ കുറിച്ച് സുദീർഘമായിട്ട് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നുണ്ട്. അത് നാം ശാന്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണ്. ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം സാമൂഹിക കാര്യങ്ങളിലേക്കാണ്. സോ ഔട്ട്സൈഡ് ദ ചർച്ച്, സഭയ്ക്ക് പുറത്തു നാം എങ്ങനെയായിരിക്കണം, ആ ഒരു ടീച്ചിങ്സിലാണ് കർത്താവിന്റെ ദാസൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്ലാസ്. ഹല്ലേലൂയ. നാം സഭയുടെ പുറത്തുള്ള സമൂഹത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികളുള്ള നമ്മുടെ സമീപനം, അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ വചനം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്ററോട്, പ്രസിഡന്റിനോട്, നമ്മുടെ മുഖ്യമന്ത്രിയോട്, ഭരണാധികാരികളോട്, അവരാരുമായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇന്ന് രാത്രി നാം പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ വിശ്വാസിയുടെയും സാമൂഹിക കടപ്പാടുകൾ, പ്രതിബദ്ധതയെ ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നു. 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഒറ്റ സെന്റൻസാ, വളരെ ശക്തമായ ഒരു കൽപ്പനയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് ഫ്രം പോൾ, ഇറ്റ്സ് ഫ്രം ഗാഡ്. ദൈവം ഒരു ദൈവ പൈതലോട് സംസാരിക്കുക. ഏതു മനുഷ്യനും, ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഓർമ്മ വരും. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. സെയിം, ഏതു മനുഷ്യനും. അതിനകത്തിൽ കാറ്റഗറീസ് ഒന്നും ഇല്ല. സമ്പന്നനെന്നോ, ആമേൻ, പാവപ്പെട്ടവനെന്നോ, ദരിദ്രനെന്നോ, വിദ്യാവിഹീനനെന്നോ, വിദ്യാസമ്പന്നനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഏതു മനുഷ്യനാണെങ്കിലും, ഈ മനുഷ്യകുലത്തിൽപ്പെട്ടവനാണെങ്കിൽ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. കീഴടങ്ങ, സബ്മിറ്റ് യുവർ സെൽഫ്, സബ്മിഷൻ, കീഴടങ്ങുക. കീഴടക്കുക എന്നല്ല, കീഴടങ്ങുക. ഈ സബ്മിഷൻ എന്ന വാക്ക്, കീഴടങ്ങുക എന്ന പദം, സത്യത്തിൽ ഞാൻ ഉൾപ്പെടെ നമുക്ക് മനുഷ്യകുലത്തിന് ആർക്കും ഇഷ്ടമില്ലാത്തൊരു പദമാണ്. നമുക്ക് ആ ഒരു സബ്മിഷന്റെ അകത്തുനിന്ന് പുറത്തു വരാനാണ് നാം താല്പര്യപ്പെടുന്നത്. കാരണം ചെറുപ്പകാലം മുതൽ നമ്മൾ വീർപ്പുമുട്ടിയാ സബ്മിറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മളെ ആ ചെറിയ ക്ലാസ്സുകളിൽ കൊണ്ടിരുത്തുമ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളൊരു ചിന്ത ഇതിനൊന്നും കീഴ്പ്പെട്ടിരിക്കാൻ അനുവദിക്കാത്തൊരു മനസ്സാണ് നമ്മുടേത്. സ്തോത്രം. നമുക്കെല്ലാത്തിനെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ നമുക്ക് ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേകമായ വാക്യം ഒരു ആത്മീക സന്ദേശമാണ്. സോ ദിസ് ഈസ് എ ബ്ലെസ്സിങ് കേട്ടോ. ഇതൊരു അനുഗ്രഹത്തിന്റെ വാക്യമായി വായിച്ചേക്കുന്നത്. ഇതൊരു അനുഗ്രഹത്തിന്റെ വഴിയാ പറഞ്ഞു തരുന്നത്. ഒരു ദൈവ പൈതൽ അവന്റെ ഭരണാധികാരിയോട്, അവന്റെ ഗവൺമെന്റിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ, വാട്ട് ഈസ് ഹിസ് ഡ്യൂട്ടി. സ്തോത്രം. അതാണ് ഇന്നത്തെ രാത്രിയിലത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രധാനമായ കാതലായ വിഷയം. ഈ ഒറ്റ വാക്യം ഞാൻ ധ്യാനിച്ചപ്പോൾ ഈ പറഞ്ഞ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ ശ്രദ്ധേയമാണ്. നീറോ എന്ന മനുഷ്യനാണ് റോം ഭരിക്കുന്നത്.
ദൈവമക്കളെ, റോമൻ ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടൻ, ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു നീറോ. സ്വന്തം നൊന്തു പ്രസവിച്ച സ്വന്തം അമ്മയെയും ഭാര്യയെയും കൂടെ നികൃഷ്ടമായി കൊന്നുകളയാൻ, വധിക്കാൻ മടിയില്ലാതിരുന്ന നീചനായ ഭരണാധികാരി. റോമൻ നഗരത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ തൻ്റെ സ്വന്തം പ്രജകൾ വെന്തുമരിക്കുമ്പോൾ വീണ വായിച്ചവനാണ് ഇവൻ. നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഒരു ചൊല്ലുണ്ട്, തീ പിടിക്കുമ്പോൾ, നഗരത്തിന് തീ പിടിച്ചപ്പോൾ, ഇല്ല, റോം കത്തുമ്പോൾ നീറോയ്ക്ക് വീണ വായന. അത് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തെ അത് ബാധിക്കുന്നതേയില്ല. അങ്ങനെ ചില ഭരണാധികാരികളുണ്ട്, തങ്ങളുടെ പ്രജകളുടെ ക്ഷേമം അവർക്ക് വിഷയമേ അല്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒട്ടൊന്ന് ശ്രദ്ധിച്ച്, ഈ ഇത്ര ദുഷ്ടനായ ഒരു ഭരണാധികാരി റോമിൽ ഒരു തീപിടുത്തമുണ്ടായതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെച്ചു. ക്രിസ്ത്യാനികളാണ് ലഹളയുണ്ടാക്കിയതെന്ന് പറഞ്ഞു. അവർ മനുഷ്യന്റെ പച്ച മാംസവും രക്തവും ഭക്ഷിക്കുന്നവരാന്നുള്ള കിംവദന്തി അടിച്ചിറക്കി ജനത്തിന്റെ ഇടയിൽ ക്രിസ്ത്യാനികളോട് വൈരാഗ്യബുദ്ധി ഉണ്ടാക്കിയിട്ട് വലിയ ലഹള പൊട്ടി പുറപ്പെട്ടു. ദൈവജനം വലിയ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ദൈവമക്കൾ പീഡനത്തിന് ഇരയായി മരിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഈ തീയിട്ടതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു രാജാവ്. ഈ വാക്യം ശ്രദ്ധിച്ചോ? ആ ഭരണാധികാരിക്കും കീഴടങ്ങിയിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ് ലീഗ പരിശുദ്ധാത്മാവിൽ റോമിലുള്ള ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നീറോ എന്ന ചക്രവർത്തിയുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഏത് ദുഷ്ടനാണെങ്കിലും, ഏത് ഭരണാധികാരി എത്ര നീചനാണെങ്കിലും അവന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. ദുഷ്ടരായ രാജാക്കന്മാരെയും ഭരണാധികാരികളെയും കണ്ണുമടച്ച് വിശ്വസിക്കണമെന്നല്ല ഞാൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവരെ മനഃപൂർവ്വമായി അനുസരിക്കണമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. ഏതു ഭരണാധികാരി ഭരിക്കുന്നു എന്നുള്ളതല്ല, ഇത് ഏതൊരു വിശ്വാസിയുടെയും ആത്മീക അവസ്ഥയായിരിക്കണം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരിച്ചാലും, ബൈഡൻ ഭരിച്ചാലും, ഇന്ത്യയിൽ നരേന്ദ്രമോദിജി ഭരിച്ചാലും, അദ്ദേഹം മാറി വേറൊരു പാർട്ടി വന്നാലും നമുക്കത് വിഷയമല്ല. ഈ പറഞ്ഞിരിക്കുന്ന 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുള്ള കൽപ്പന, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു വിശ്വാസി സ്വമനസ്സാൽ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം. നമുക്ക് ഈ വചനം നന്നായിട്ട് അറിയാവുന്നവരാണ്. ഭാരതത്തിൽ അഭിമാനത്തോടുകൂടെ പറയട്ടെ, ഒടിപിടിക്കാത്ത, സമരം ചെയ്യാത്ത, റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് കല്ലെറിയാത്ത ഒരു കൂട്ടം ദൈവമക്കൾ ഭാരതത്തിൽ ശേഷിക്കുന്നുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത ഒരു കൂട്ടം ദൈവമക്കൾ ഭാരതത്തിലുണ്ട് എന്നോർത്ത് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്രകാരം മുന്നോട്ട് പോകുവാൻ പിന്നെയും ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിർബന്ധിതനാണ്. ഈ രാജാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ, അവർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ദൈവവചനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ദൈവത്തെ മാത്രമേ നമുക്ക് അനുസരിക്കാൻ വ്യവസ്ഥയുള്ളൂ എന്നും കൂടെ നാം ഓർക്കണം. നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ വിധികൾ, അവരുടെ കൽപ്പനകൾ ദൈവവചനത്തിന് അധിഷ്ഠിതമാണ്. അത് മാത്രമേ നമുക്കനുസരിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് തന്നെ പ്രതികൂലങ്ങൾ വന്നാലും ദൈവവചനത്തെ വിട്ടുപോകാൻ അന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. പ്രായബാലന്മാരെ ശ്രദ്ധിച്ചേ, അവർ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരായിരുന്നു. പക്ഷെ ഒരു കാര്യം,
അവരുടെ വിശ്വാസത്തിനും അവരുടെ പ്രമാണത്തിനുമെതിരായി, ആരാധിക്കുന്ന ദൈവത്തിനെതിരായി ഒരു നിയമം വന്നപ്പോൾ കഴുത്ത് വെച്ച് കൊടുക്കുവാൻ അവർ തയ്യാറായി, ജീവൻ വെച്ച് കൊടുക്കുവാൻ അവർ തയ്യാറായി. കോംപ്രമൈസ് ചെയ്തില്ല. അവർ സംസ്കാരത്തിൻ്റെയോ നിയമത്തിൻ്റെയോ പേരിൽ അവർ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ അൺകോംപ്രമൈസ്ഡ് ആയിട്ട് നിന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി തീച്ചൂളക്കകത്തിറങ്ങി. യെസ്, ആമേൻ. ദൈവവചനത്തിൻ്റെ അകത്ത് അവരെ അനുസരിക്കുവാൻ വ്യവസ്ഥയുള്ളത് അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ കൂടെ കാണത്തില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ പുറത്തുള്ളതാണ്, നമുക്കത് അനുസരിക്കാൻ വ്യവസ്ഥയില്ലാത്ത ഒരു കൽപ്പനയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സകല കോൺസിക്വൻസിനും ദൈവമിറങ്ങി മറുപടി പറയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കൈകെട്ടി പിടിച്ചുകൊണ്ടുവന്ന് സമൂഹ മധ്യത്തിൽ കോടതിയിൽ കൊണ്ട് നിർത്തുമ്പോൾ അവർ അതിനെ അക്ഷരം പ്രതി അനുസരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 25 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്, ആദിമ നൂറ്റാണ്ടിലെ സഭ, അവരങ്ങനെയാണ് ഭരണാധികാരികൾക്ക് കീഴടങ്ങിയത്. 1 പത്രോസ് 2:13 നമ്മൾ പഠിച്ചതാണ്. സകല മാനുഷിക നിയമത്തിനും കർത്താവിൽ നിമിത്തം നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. എല്ലാ മാനുഷിക നിയമങ്ങൾക്കും കർത്താവ് നിമിത്തം നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. ആമേൻ. 1-ാമത്തെ വാക്യം എന്തുകൊണ്ട് കീഴടങ്ങിയിരിക്കണം? നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട്? അതിനുത്തരം പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവത്താൽ അല്ലാത്ത ഒരധികാരവുമില്ലല്ലോ. ദൈവത്താൽ അല്ലാത്ത ഒരധികാരവുമില്ല. എൻ്റെ ദൈവമാണ് പരമാധികാരി. എല്ലാ രാജാക്കന്മാരുടെ മീതെ ഇരിക്കുന്ന രാജാതി രാജാവായ ഒരു ദൈവമാണ് എൻ്റെ കർത്തൃത്വം നടത്തുന്നത്. ഹല്ലേലൂയ. അടുത്ത ആ 1-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് പറയുന്നത് കണ്ടോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴുള്ള ഗവൺമെന്റ് ദൈവം അറിയാതെ വന്നതല്ല. God only appointed this government. നമുക്കിത് കേൾക്കുമ്പോൾ ഇത് ബുദ്ധി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേ, ഭാരതത്തിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിനെ വെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? ദൈവം തൻ്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ വലിയൊരു ഉണർവ് നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. We are in the verge of the greatest revival. നാം ഒരു ഉണർവിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നാം അറിയാതെ നമ്മുടെ ഗവൺമെന്റ് നമ്മളെ കരയാൻ പഠിപ്പിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു, മനുഷ്യരിൽ രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്നു, വാക്സിനിൽ രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്നു. സുഖലോലുപതയിൽ ഉറങ്ങിപ്പോയ സഭയെ തട്ടി ഉണർത്താൻ ദൈവം അധികാരികളെ ഉപയോഗിക്കുന്നു. സുവിശേഷത്തിന്റെ വാതിലുകൾ അടയാൻ തുടങ്ങിയപ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സുവിശേഷീകരണത്തിന്റെ അവസരങ്ങളെ ഓർത്ത് നാം കരയാൻ തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷക്കാലമായി UP-യിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോ അവിടെയുള്ള ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ സത്യമാ പറയുന്നത് കേട്ടോ, ഈ ഗവൺമെന്റ് മാറിപ്പോകാൻ പ്രാർത്ഥിക്കരുത്. ഈ ഗവൺമെന്റ് നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പാസ്റ്റർമാരുടെ ഐക്യതയുള്ളത്. തമ്മിൽ കടിച്ചു കീറാൻ നിന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അന്യോന്യം ഉപവസിച്ച് പ്രാർത്ഥിക്കാനും ആമേൻ ആ കൂട്ടായ്മ ആചരിപ്പാനും ശുശ്രൂഷകളിൽ വളർന്നു വരുവാനും കാരണം ഈ ഗവൺമെന്റ് ആണ്. ദൈവം ആക്കി വെച്ചതാ, ദൈവമാ വാഴിച്ചത്. തെളിവുണ്ട് വചനത്തിൽ, അതിന് ഞാൻ എടുത്ത് നിങ്ങളെ പ്രൂവ് ചെയ്തു തരാം. God only appointed. നമുക്കറിയില്ല ബാലറ്റിൽ കൃത്രിമം കാണിച്ചോ, മെഷീനിൽ കൃത്രിമം കാണിച്ചോ, നമുക്കറിയില്ല. One thing we know, the Bible says our God is in control. സ്തോത്രം. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല. ഉള്ള അധികാരം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളുക, ദൈവം നിയമിച്ചാക്കിയവരാ ഇവരെല്ലാം. സ്തോത്രം. ഹല്ലേലൂയ. The God of the control of God.
ദൈവത്തിന് ഇതിനകത്തെല്ലാം ഒരു ആധിപത്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ. 62 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാനത് 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ബലം ദൈവത്തിനുള്ളത്. അവർ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ പാൻഡമിക്കിന്റെ നടുവിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോ ആത്മാവിൽ വിളിച്ചു പറ, രാജാതി രാജാവായി കർത്താതി കർത്താവായി എൻ്റെ ദൈവം വാഴുന്നു. മൈ ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഹല്ലേലൂയ. മഹിമയിൽ വാണരുളുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ വാക്സിനിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞാൻ എന്നെ നിർമ്മിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇച്ചിരൂടെ കടത്തി പറയട്ടെ, ഈ ഉള്ള കാലത്തിൽ വലിയ സൗഖ്യമോ ബലമോ ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷ ഈ ഭൂമിയിൽ മുഴുവനായിട്ട് വെക്കണ്ട എന്ന് സ്വർഗം പഠിപ്പിക്കുകയാണ്. ഈ ബോട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ഇതിൽ പോകുന്നവർക്ക് ആർക്കും ജീവഹാനി വരുത്തില്ല, ഇവരെ മുഴുവനും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, ഭാരതത്തിലെ മുഴുവൻ ആൾക്കാരെ, ഈ ബോട്ടിലുള്ളവരെ കർത്താവ് നിന്റെ തന്നേക്കുവാന്നാ പറഞ്ഞത്. അവരുടെ ജീവൻ നിന്റെയിലാണ്. യു ഹാവ് ടു പ്രേ ഫോർ ദം. യു ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ദം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. റമ ശകലബ റബബബ. ഓ, യു ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. ഹാൽബതേനിയ ലഖൂഷികേരിയന്തര. രാത്രി ഒരു വലിയ നിയോഗമുണ്ട് കേട്ടോ. സ്തോത്രം. ഒരു വലിയ നിയോഗമുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ആ നിയോഗത്തിലേക്ക് ഞാൻ പോവാ. ദാനിയേൽ 2:21 പറയുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദാനിയേൽ 2:21. ദ ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 2:21. നിങ്ങൾ എടുക്കണം പ്ലീസ്. നിങ്ങൾ ആ വചനത്തിൽ നിന്ന് എടുത്തേ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അപ്പൊ എൻ്റെ ദൈവമാണ് വാഴിക്കുന്നവൻ, എൻ്റെ ദൈവമാണ് വീഴിക്കുന്നവൻ. ചെറുപ്പത്തിൽ ഒരു കവിത പഠിച്ചിട്ടില്ലേ? 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. വിശ്വാസി അല്ലവേ അല്ലത് എഴുതിയത്. പക്ഷേ ആമേൻ, കിരീടം വെക്കുവാൻ അധികാരമുള്ള ദൈവം അവൻ്റെ തലയിൽ നിന്ന് കിരീടത്തെ എടുത്തി മാറ്റുവാനും കഴിവുള്ള ഒരു ദൈവം. ശക്തനായ ഭരണാധികാരിയെ പൂച്ചക്കുട്ടിയെ പിടിച്ചു പുറത്തു കൊണ്ടുവരുന്നത് പോലെ അവനെ പുറത്തു കൊണ്ടുവന്ന് പുല്ല് തീറ്റിക്കാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ ഇന്നു രാത്രി ആമേൻ ആമേൻ ദൈവമക്കളോട് ഞാൻ പരിശുദ്ധമായ ഒരു കാര്യം പറയട്ടെ. എൻ്റെ പ്രാർത്ഥനാമുൽ കർത്താവ് പറഞ്ഞ അതാ നിയോഗത്തിലേക്ക് നമ്മൾ പോന്നെ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് ഒത്തിരി അജണ്ടകൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി ഹീ ഈസ് അവർ പ്രൈം മിനിസ്റ്റർ. നമുക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ പറ്റും. വി ക്യാൻ ബ്ലസ് ഹിം. കാരണം നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭവനങ്ങളിലും ഏകദേശം 30 ഭവനങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി വരുന്നുണ്ട്. ടുഡേ വി ആർ 28. എല്ലാ ഭവനങ്ങളും നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് ഒരു ഡിവൈൻ വിസ്ഡം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. In the name of Jesus, we pray for our dear Prime Minister Narendra Modi ji. Father Lord, we come together and we touch him in the spirit. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അതാ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഭാഗ്യപദവി, അധികാരം. You can even touch your Prime Minister in the spirit. ആത്മാവിൽ നിന്ന് തൊട്ട് നമുക്ക് ഒരുമിച്ച്, അദ്ദേഹം എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ അവിടോട്ട് ചെല്ലാം. നമുക്ക് വിശ്വാസത്തോടെ പ്രധാനമന്ത്രിക്ക് ചുറ്റും നിന്നാട്ടെ. Now we are surrounding our Prime Minister and touch him in the spirit and pray. Come on. ഇതൊരു നിയോഗമാകട്ടോ. God can transform him in the name of Jesus. പൗലോസിനെ ഡമസ്കോസിന്റെ പടിവാതിക്കൽ മാറ്റിമറിച്ച ദൈവ സാന്നിധ്യം
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കം ഓൺ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ ഒരു നിയോഗം പറയുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആമേൻ, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററിനെ, പ്രസിഡന്റിനെ, MP-മാരെ, MLA-മാരെ, ആമേൻ, നമ്മുടെ മുമ്പേ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ, ആമേൻ, കേരളത്തിന്റെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആമേൻ, സ്തോത്രം, ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ, എല്ലാവരെയും ഒന്ന് യേശുവിന്റെ രക്തത്താൽ കവർ ചെയ്ത് പ്രാർത്ഥിച്ചേ. കമാൻ, എല്ലാ വെറുപ്പും മാറട്ടെ, എല്ലാ മതത്തിന്റെ വിദ്വേഷങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയുള്ളതിന്റെ എല്ലാം തായ്വേരുകൾ ഞങ്ങൾ വെട്ടുകയാണ്. കമാൻ, ഫൈറ്റ് ആൻഡ് പ്രേ. അന്യഭാഷയിൽ ചിലർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും നിയോഗമുണ്ടെങ്കിൽ, come on, you can do it, you are free to do that. ലഷ്ബാൽ കേരിയാം ദ്രമൗസ്യാന്തരേ ലീതാരബസന്തേ രബാതിരാമഹൽക്കനറിയാന്തരു ലീഷ്പരെ ഹസ്ബിയാൻ തരാമഹുഷത്തരേ. പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സൽബറതോനമസ്യാന്തന. ലോർഡ്, we in faith, കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ പാർലമെന്റിന്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുക. എരിഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചോ. ഷാൽബ റാൽബ ലാബ റോകോ മോസിയാ തോറിയാം ധേനിയ ലിബാർഥനാസ്മിയാൻ കനേനിയ ബൗഷ്യാം പ്രഭോഷധരബബ. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. വി ബ്ലസ് ഇന്ത്യ. We bless India. Oh, we bless India. ഞങ്ങൾ ഭാരതത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, മേഘാലയ, ത്രിപുര, കർത്താവെ, എല്ലാ സംസ്ഥാനങ്ങളും, ഞാൻ പേര് പറയാത്ത സംസ്ഥാനങ്ങൾ, മുഖ്യമന്ത്രിമാർ, MP-മാരെ യേശുവിന്റെ രക്തത്തെ തളിക്കുന്നു. We sprinkle the blood of Jesus upon them. Oh shalabakila rabasiri libare khala zanderia la doria bakaterere libo roshe thera marandiara literi albasbo. Amen, amen, amen. Thank you Jesus, thank you Holy Spirit, thank you Lord. Hallelujah. Thank you സൈച്ച. ഞാൻ വിശ്വസിക്കുന്നു ആത്മമണ്ഡലത്തിൽ ദൈവം എന്തോ ശ്രേഷ്ഠമായത് ചെയ്യുന്നു. എന്തോ വലിയ ദൈവപ്രവൃത്തി അവൻ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഭാരതത്തിൽ ദൈവം ചെയ്യുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എവിടെയൊക്കെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ. മന്ത്രിമന്ദിരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. വേദപുസ്തകത്തിൽ നാം ആമേൻ വായിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നാം അനുഭവിച്ചറിയാൻ പോകുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുകയാണ്. ദൈവവചനം പറയുന്നു, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഭാരപ്പെടണ്ട. ഇറ്റ് ഈസ് ഓർഡൈൻഡ് ബൈ ഗാഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മക്കാക്കിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു പെട്രോളിന്റെ വില കൂടുന്നു, ഉള്ളിയുടെ വില കൂടുന്നു, എല്ലാം പ്രശ്നമാണ്. എന്തോ ഒരു കഷ്ടമാ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങൾക്ക് ആമേൻ ഒരു ഉറപ്പ് തരികയാണ്. ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്, ആഫ്റ്റർ സം ഇയേഴ്സ്, ദൈവമക്കൾ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ വർഷങ്ങളായിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ഇത്. ഒരു ഉണർവുണ്ടാകാൻ അത് കാരണമായി തീർന്നു. ഹന്നയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടു നിർത്തിയത്, പുഷ് ചെയ്ത് വിട്ടത് പെനിന്നയുടെ നിന്ദയായിരുന്നത് പോലെ ദൈവം ഓർഡൈൻ ചെയ്ത് നിർത്തിയേക്കുവാ ചിലതിനെ. എന്തിനെന്നറിയാം? നിന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് തള്ളിക്കയറ്റാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരാവശ്യമുണ്ട്. അത് ഭാരതത്തിൽ ഉണർവഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തിനൊരാവശ്യമുണ്ട്. നിന്റെ തലമുറയെ അതിൻ്റെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ്. ലോകവ്യാപകമായി ഉണർവിനായി ദൈവമക്കളെ ഉപയോഗിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ നാം ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഭയപ്പെടരുത് കേട്ടോ. ആരും ഭരിച്ചാലും നമുക്കൊരു ബോധ്യമുണ്ട്. ഉന്നതന്റെ മേൽ അത്യുന്നതനായ കർത്താവ് വാണരുളിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പറയണം, മൈ ഗാഡ് റെയിൻസ്. എൻ്റെ ദൈവം ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, വാഴുന്നു. മൈ ഗാഡ് റെയിൻസ്.
ഞാൻ അല്പം കൂടെ കടത്തിയൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. അവൻ 100 രൂപ 150 രൂപ പെട്രോളിനായാലും ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിനനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായ വളർച്ച തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ബോഡി നോക്കി ആശങ്കപ്പെടുന്നില്ല. ആശങ്കപ്പെട്ടൊരു സമയമുണ്ട്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ആ ഭാഗം ഇടുകയാണ്. 2 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരു ഭരണാധികാരിയോട്, അത് നമ്മുടെ ആത്മീകമായിട്ടുള്ള ഭരണം നടത്തുന്നവരോടാണെങ്കിലും അല്ല, നമ്മളെ സെക്കുലർ ഫീൽഡിൽ രാഷ്ട്രീയപരമായ ഭരണമാണെങ്കിലും നാം അവരോട് മറുതലിച്ചാൽ എന്താണെന്ന് ആ ദൈവവചനം പറയുന്നത്? ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. കാരണം ദൈവമാ അവരെ വെച്ചത്, ദൈവമാ അവരെ നിയമിച്ചത്. അവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുകയാണ്. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ബോത്ത് സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി. ഇല്ലേ? നമ്മൾ സെക്കുലറായിട്ട് ചിന്തിച്ചാലും സ്പിരിച്വലായിട്ട് ചിന്തിച്ചാലും ശിക്ഷ കിട്ടിയിരിക്കും. സ്തോത്രം. ആമേൻ. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും നമ്മൾ കോടതിയിൽ പോയി തലകുനിഞ്ഞ് നിൽക്കാനോ, അല്ലെങ്കിൽ ഒരു കേസിൽ അകപ്പെട്ട് എപ്പോഴും വക്കീലന്മാരുടെ പുറകെ നടക്കാനോ, അവർക്ക് പൈസ കൊടുക്കാനോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങനെ പോണ്ടവരല്ല. സ്തോത്രം. അടുത്ത വാക്യം, വാഴുന്നവൻ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രയും ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്ത എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ഹാലിലും ചിലപ്പോഴൊക്കെ ഭരണാധികാരികൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ക്രൂരന്മാരായിരിക്കും. പൗലോസ്ലീഗ നോക്കിക്കേ. പൗലോസ്ലീഗ വളരെ ശ്രദ്ധയോടുകൂടെ തൻ്റെ ജീവിതത്തിൽ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടു. അതേ സമയം തന്നെ ദൈവിക കൽപ്പനകൾ അണുവിടാതെ കീപ്പ് ചെയ്ത പൗലോസ്ലീഗ ഏറ്റവും അവസാനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. 2 തീമോഥെയോസ് 4:6 മുതൽ 8 വരെ നമുക്കത് കാണാതറിയാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ശുശ്രൂഷാ ജീവിതം ഒരു ബാറ്റിലായിരുന്നു. ഇറ്റ് വാസ് എ ഫൈറ്റ്. നല്ല പോര് ഞാൻ പൊരുതി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന നന്മ ചെയ്യണം. ദൈവത്തിന്റെ സഭ നന്മ ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്നലെ രാത്രി കർത്താവ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കണ്ടിട്ട് യേശുവിനെ മറ്റുള്ളവർ അറിയും. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടുമ്പോൾ, അവർക്ക് നന്മ ചെയ്യുമ്പോൾ, നിങ്ങൾ തിന്മയ്ക്ക് പകരമായിരിക്കും നന്മ ചെയ്യുന്നത്. നിങ്ങളെ ക്രൂശിക്കുന്നു, നിങ്ങളെ ദുഷിക്കുന്നു, നിങ്ങളെ നിന്ദിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഉണ്ട്. ഏതൊരു മനുഷ്യനും ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സുകൾ നിഷേധിക്കപ്പെടുമ്പോൾ, സ്തോത്രം, നമ്മൾ നോക്കുമ്പോൾ മറ്റ് ദേവാലയങ്ങളിലൊക്കെ മൈക്ക് വെച്ച് രാത്രി 12 മണിക്കും 1 മണിക്കും അവരുടെ പാട്ടും അവരുടെ ദേവസ്തുതികളും നടത്തുമ്പോൾ 8 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി തൊട്ട് 9 മണി വരെ കൺവെൻഷന് സാങ്ഷൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. പക്ഷേ കുടിപിടിക്കാൻ പോകാൻ നമുക്ക് വ്യവസ്ഥയില്ല. നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാനേ വ്യവസ്ഥയുള്ളൂ. നമുക്ക് ഏതെങ്കിലും കോടതിയിലേക്ക് പെറ്റീഷൻ കൊടുക്കാൻ വ്യവസ്ഥയില്ല. നമുക്കൊരു കോടതിയുണ്ട്. ആ കോടതിയുടെ പേരാണ് സ്വർഗീയ കോടതി. ദൈവത്തിന്റെ വചനം പറയുന്ന ലോകപ്രകാരം ഏതെങ്കിലും ഒരു സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വളരെ കണിശമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജഡ്ജിന്റെ മുന്നിൽ നീ പോയി നിൽക്കാൻ ഒരിക്കലും ഇടവരരുത്. അങ്ങനെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായി ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ഒന്നും കൂടെ ഉറപ്പിച്ചു പറയുകയാണ്, ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവമാണ് അവനെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. 5-ാമത്തെ വാക്യം പറയാ, ശിക്ഷ കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് മാത്രം നീ അവൻ അനുസരിക്കാൻ പോകരുത്. അവൻ മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങേണ്ടത് ആവശ്യം.
Again he is using that same word, submission. കീഴടങ്ങുക എന്ന പദം ഉപയോഗിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. 6ാമത്തെ വാക്യം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. ദൈവം അവരെ അത് നോക്കാൻ വേണ്ടി അവരെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തേക്കുക. ആമേൻ. 7ാമത്തെ വാക്യം, ഇറ്റ്സ് എ വെരി സ്തോത്രം ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ദൈവമക്കളെ, സ്തോത്രം, നമ്മൾ ദൈവമക്കളാണ്. കടമായിട്ടുള്ളതെല്ലാം കൊടുക്കണം. നികുതി കൊടുക്കേണ്ടടുത്ത് നികുതി കൊടുക്കണം. ചുങ്കം കൊടുക്കേണ്ട ചുങ്കം കൊടുക്കണം. ഭയപ്പെടേണ്ടവരെ ഭയപ്പെടണം. മാനം കാണിക്കേണ്ടവന് മാനം കൊടുക്കണം. സ്തോത്രം. 8ാമത്തെ വാക്യം, ഐ ലവ് ദാറ്റ് വേഴ്സ്. കുറേ നേരം ആ വാക്യം മെഡിറ്റേറ്റ് ചെയ്തു. നിങ്ങൾ എൻ്റെ കൂടെ വന്നാട്ടെ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അന്യോന്യം സ്നേഹിക്കുന്നതിനകത്ത് കടമിടണം എന്ന് വെച്ചാൽ സ്നേഹിച്ചാലും മതി വരരുതെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ സ്നേഹിക്കരുത്, അവിടെ കടമായിട്ട് കിടക്കണം എന്നുള്ളതല്ല. ദൈവമക്കളെ, അതിന്റെ അർത്ഥം പോസിറ്റീവായിട്ടാണ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിശ്വാസികളെ എത്ര സ്നേഹിച്ചാലും പിന്നെയും ഞാൻ അവരോട് കടക്കാരനാ. ഐ സ്റ്റിൽ വാണ്ട് ടു ലവ് ദം. എൻ്റെ കൂട്ടു സഹോദരനെ ഞാൻ എത്ര സ്നേഹിച്ചാലും അത് അധികമാകത്തില്ല. പിന്നെ ഞാൻ അവരോട് കടക്കാരനാ. ദാറ്റ് മീൻസ് ഇനിയും ഞാൻ സ്നേഹിക്കാൻ കിടക്കുക അവരെ. ദാറ്റ് ഈസ് ദ റിയൽ മീനിങ് കേട്ടോ. ആരോടും ഒന്നും അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. കടപ്പാടുകൾ കൃത്യസമയത്ത് നിർവഹിക്കണം. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ കടപ്പാടുകൾ ദൈവം തന്നിട്ടുണ്ട്. ആ കടപ്പാടുകൾ കൃത്യസമയത്ത് നിറവേറ്റണം. ഒന്നും നാളത്തേക്ക് വെക്കരുത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആർക്കും കടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പൈസ കടം മേടിക്കുന്ന കാര്യം മാത്രമല്ല പറയുന്നത്. സ്നേഹിക്കണം, കരുതണം, കൊടുക്കേണ്ടത് കൊടുക്കണം. സ്തോത്രം. ഇതെല്ലാം ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ലിസ്റ്റിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ഭൂമിയിൽ കടക്കാരനായി ജീവിപ്പാൻ അതേതു മേഖലയിലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ നീ കടക്കാരനായിട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറയണം, കർത്താവേ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ ലോണുണ്ട്, ആ ലോൺ വീട്ടിൽ തരാൻ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്നൊരു ചെക്ക് ഞാൻ റിസീവ് ചെയ്തെന്ന് ആത്മാവിൽ സ്വീകരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ കൂട്ടുകാരോട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനത് കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനുമാണ്. ആ സ്ഥലത്തുള്ള ഗ്രോസറി ഷോപ്പിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ കടകളിൽ നമ്മൾ ചിലപ്പോൾ 60 രൂപയായിരിക്കും, ചിലപ്പോൾ 100 രൂപയായിരിക്കും. ആ കടക്കാരൻ ആ 100 രൂപ വലുതാണ്. ആമേൻ. 2ഓ 3ഓ പ്രാവശ്യം ചെന്നിട്ട് നിങ്ങൾ അവിടെ ആ ബുക്ക് നോക്കണം. നാളെ അവൻ പറയരുത്, ഒരു ദൈവദാസൻ ഇവിടെ താമസിച്ചു, ഒരു പാസ്റ്റർ ഇവിടെ താമസിച്ചു, അവൻ മേടിച്ച പാലിന്റെ പൈസ തന്നില്ല. അറിയാതൊരു പക്ഷേ മിസ്റ്റേക്കൊക്കെ പറ്റിയെന്നിരിക്കും. പക്ഷെ ബോധപൂർവമായി നാം ആർക്കും കടക്കാരനാകരുത്. എൻ്റെ ബോധ്യം ഞാൻ പറയാം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തിറങ്ങുമ്പം ആരും പറയരുത് അവൻ പഞ്ഞമുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ആരും പറയരുത്. ഇന്ന് രാത്രി 29-30 ഭവനങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ കൽപ്പിച്ചു പറയുകയാണ്, നീ വായ്പ വാങ്ങത്തില്ല, നീ കൊടുക്കുന്നവനായി തീരും. യേശുവിൻ്റെ നാമത്തിൽ യാൽബധനാസിയാര ഇന്ന് രാത്രി ഇതിനെ സ്വീകരിക്കുക. ദൈവമക്കളെ, നീ വായ്പ വാങ്ങത്തില്ല, നീ കൊടുക്കുന്നവനായി തീരും. നിന്റെ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നീ കൊടുക്കും. യെസ്, ബിലീവ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ആർക്കും കടപ്പെട്ടിരിക്കരുത്. ആമേൻ. നിന്റെ കടമകളെ നിർവഹിക്കാൻ ദൈവം നിന്റെ കൈ തരും.
സ്തോത്രം. സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമായിരിക്കും. നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി അവരെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം നിന്റെ കൈ തരുമെന്ന്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുപക്ഷെ അവർ നിന്നെ സ്നേഹിക്കുന്നവരല്ലായിരിക്കാം, അവസരം കിട്ടിയപ്പോഴെല്ലാം നിനക്ക് ഭാരം വെച്ചവരായിരിക്കാം, നിനക്കെതിരെ ദുഷ്കീർത്തിപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ബിലീവ്, നീ ഒരു ദൈവ പൈതലായതുകൊണ്ട്, നീ രാജാവിന്റെ മകനായതുകൊണ്ട്, ബിക്കോസ് യു ആർ എ പ്രിൻസ്, കർത്താവ് നിന്റെ കൈ തരും. എങ്ങനെ തരും? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളത് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാലും ഐ വോണ്ട് കെയർ. ബട്ട് ദ ബൈബിൾ സേസ്, അമർത്തി കുലുക്കി വലിയൊരു അളവ് നിന്റെ മടിയിൽ ദൈവം തരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കടഭാരം അനുഭവിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ആ കടഭാരങ്ങൾ മാറട്ടെ. ക്രൂശ് പ്ലസ് ആണെങ്കിൽ എൻ്റെ ദൈവമക്കളെല്ലാം പ്ലസിലേക്ക് വരട്ടെ. ഭാരതത്തിലെ സുവിശേഷീകരണത്തിന് കൈയച്ചു കൊടുക്കുവാൻ, പാവപ്പെട്ട ദൈവദാസന്മാർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഒരു ഉറവ ഇവരുടെ എല്ലാം ഭവനത്തിൽ നിന്ന് പൊട്ടി പുറപ്പെടട്ടെ. ഹല്ലേലൂയ. In the name of Jesus. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളെ തിരിക്കുന്ന അധികായന്മാരായ ആത്മീക നേതാക്കന്മാർ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവവേലയ്ക്ക് കൊടുക്കാൻ പറ്റും. 15 സഭാ ഹോള് പണിഞ്ഞു കൊടുത്താൽ എന്നാ കുഴപ്പം? ദൈവദാസന്മാരെ, 5 മിഷണറിമാരെ ഓരോ മാസം സപ്പോർട്ട് ചെയ്യാൻ ദൈവം പണം തന്ന കൊടുക്കാമെന്ന് പറ. അപ്പ തന്നാൽ വിശ്വസ്തത കൂടി ഞാൻ ചെയ്യാം. God is looking for such people. ദൈവം അങ്ങനെ വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സ്വന്തം സാമ്രാജ്യം പണിയാനല്ല, സ്വന്തമായി കെട്ടിടങ്ങൾ പടുത്തുയർത്താനല്ല, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സഭകളില്ലാത്തടത്ത് സഭകൾ സ്ഥാപിപ്പാൻ, ഔട്ട് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ, വേലക്കാരെ ആക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ. കർത്താവേ, ഈ 2020 പാൻഡമിക്കിന്റെ നടുവിൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് നിങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇതൊരു ദൂതായിട്ട് തന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ജോലി ഇല്ലാത്തായിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഗോഡ് ക്യാൻ യൂസ് യു. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ഒറ്റ കാര്യം, കർത്താവെ വേണ്ട എന്ന് പറയരുത്. കർത്താവെ തന്നാട്ടെ, ഞാൻ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് ഗോഡ് നീഡ് സം പീപ്പിൾ, ഫെയ്ത്ത്ഫുൾ പീപ്പിൾ. അതാ കർത്താവിനോട് പറഞ്ഞത്, എനിക്ക് ചില വിശ്വസ്തരായിട്ടുള്ളവരെ വേണം. അപ്പം ദൈവമക്കള് പ്രാർത്ഥിക്കുന്ന വിശ്വസ്തരായ ദൈവമക്കൾ പറയാം, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ദൈവം ആരെയും കൊടുക്കും ഇത്. ഹല്ലേലൂയ. How I'm not preaching prosperity. I'm sharing the heart of the Lord. ദൈവ വേലയ്ക്ക് വേണ്ടി പണം വേണം. കർത്താവിൻ്റെ ദാസന്മാർ പട്ടിണി കിടക്കുന്നവരെ സഹായിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് മരിച്ചുപോയ കർത്താവിൻ്റെ ദാസന്റെ മോളുടെ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ട് കാണും. ആ മോൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ എത്ര നേരം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. 5000 രൂപയാണ്. ഇത്ര വർഷം, 25 എത്ര വർഷം ഞാൻ ഓർക്കുന്നില്ല, എത്ര വർഷമായി, ദീർഘവർഷമായെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്ര വർഷമായിട്ട് അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന് കിട്ടുന്നത് 5000 രൂപയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു കുടുംബത്തിന് 5000 രൂപ കൊണ്ട് ഒരു മാസം എങ്ങനെ ജീവിക്കും? പക്ഷെ അവരാരോടും പരിഭവം പറയുന്നില്ല. 2500 രൂപ കിട്ടുന്നവരെ എനിക്കറിയാം. താങ്ക് യു ജീസസ്. ഞാൻ UP തന്നെ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുത്തെ ഒരു കർത്താവിൻ്റെ ദാസനോടൊന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ആഴ്ച കിട്ടുന്ന സ്വോത്ര കാഴ്ച 50 രൂപയാണ്. 50 റുപ്പീസ്, 50 രൂപ. ഞാൻ അന്ന് ഭയങ്കര ചർച്ചിലാണ് ശുശ്രൂഷിക്കുന്നത്. ആ സൺഡേ ഞാനത് പറഞ്ഞപ്പോൾ അതിനുശേഷം അന്ന് വേറൊരു ചർച്ചിലെ സഹോദരി, ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരി അവിടെ ഇരിപ്പുണ്ട്. ഞാനത് പറയുന്നത് കേട്ടിട്ട് ആ സഹോദരി അന്നു മുതൽ ആ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു വലിയ പണക്കാരൊന്നുമല്ല, പക്ഷെ അന്നു മുതൽ ആ സിസ്റ്റർക്ക് കിട്ടുന്ന ഒരു നന്മയെ ആ UPയിലുള്ള പാസ്റ്റർക്ക് അവൻ അയച്ചു കൊടുക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം സ്ലമ്മിലാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. താങ്ക് യു സൂസൻ സിസ്റ്റർ ആൻഡ് സൈജാൻ. 27 ഇയേഴ്സ്, 27 വർഷം ആ നോർത്ത് ഇന്ത്യ ജോലി ചെയ്ത കർത്താവിൻ്റെ ദാസന് നാട്ടിൽ വീടില്ലെന്ന്. അടുത്ത ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ അവരുടെ പൈസ ഇല്ല. ഇന്ന് പാർസസ് മീറ്റിംഗിൽ ഒരു കർത്താവിൻ്റെ ദാസൻ പറയുന്നത് കേട്ടു, ഒരു വീട്ടുകാരെ ഓക്സിജൻ സിലിണ്ടറെല്ലാം കൂടെ മേടിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു സിലിണ്ടറിന് 95,000 റുപ്പീസിന് വിറ്റെന്ന്. ഒറ്റ ഓക്സിജൻ സിലിണ്ടറിന്
അവൻ 95,000 രൂപ കൊടുത്ത് മേടിച്ച ആൾക്കാർ ഇന്ത്യയിലുണ്ടെന്നായി പറഞ്ഞത്. ഈ മക്കളെ, നാം ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടിച്ചു വായിക്കും. പക്ഷേ ജസ്റ്റ് വാണ്ട് ടു കാൽക്കുലേറ്റ്. സ്വർഗം നീ ശ്വസിച്ചതിൻ്റെ കണക്ക് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അവൻ ശ്വസിക്കുന്ന വായുവിന് ദൈവം ഒരു തുക നിശ്ചയിച്ചിരുന്നെങ്കിൽ 10 ദിവസം അവൻ തികച്ചു ശ്വസിക്കുവാനുള്ള നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലെന്ന കോടീശ്വരന്മാരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളെ, നമ്മൾ ആർക്കും കടപ്പെട്ടിരിക്കരുത്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എപ്പോഴാ തിരികെ വിളിക്കുന്ന നമുക്കറിയത്തില്ല. കാഹളം ധ്വനിക്കുന്ന എപ്പോഴും അറിയത്തില്ല. ഈ ഭൂമിയിലേക്ക് നമുക്ക് കടമുണ്ടാകരുത്. അത് 2 രീതിയിലും ഞാൻ പറയാം. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ദൈവദാസൻ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം നടത്തുമെന്ന് ബോധ്യമുള്ള ഒരു ദൈവദാസൻ, കർത്താവിൻ്റെ വചനം കൈവച്ചുകൊണ്ട് പറയട്ടെ, ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോട് ഞാൻ പറയട്ടെ, കടം മേടിക്കത്തില്ല. ചത്തു വീണാലും കടം മേടിക്കത്തില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പൈസ ആവശ്യപ്പെടത്തില്ല. എൻ്റെ ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ദൈവമായിട്ട് ബന്ധമുള്ളവരുടെ കാര്യം പറഞ്ഞത്. കാരണം കടം മേടിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ചോദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവർ God is such a mighty God. He is the provider. He is the faithful God. ഇത് പറയാൻ ഭയങ്കര പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിർവർത്തിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തെ നിവർത്തിക്കുകയാണ്. പ്യുവർലി യു ആർ ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിനൊരു അതിരൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ സ്നേഹിക്കത്തുള്ളൂ. പക്ഷേ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ അതിരുകളൊന്ന് പൊളിയട്ടെ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആണെങ്കിലും, നമ്മുടെ ഫ്ലാറ്റിന് തൂത്തു തുടയ്ക്കാൻ വരുന്നവരാണെങ്കിലും, സ്തോത്രം, ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകട്ടെ. പാല് കൊണ്ടു തരുന്ന വ്യക്തിയായിരിക്കും, ദൈവത്തിൻ്റെ സ്നേഹം അവർ അനുഭവിക്കട്ടെ. രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ പത്രം ഇടുന്ന വ്യക്തിയായിരിക്കും, മീൻ കൊണ്ടു തരുന്ന മനുഷ്യനായിരിക്കും. അവൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകത അവർ അനുഭവിക്കട്ടെ. അവർ യേശുവിനെ കാണട്ടെ. സ്തോത്രം. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും കരുതുമ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ വചനത്തെ നിവർത്തിക്കുകയാണ്. കാരണം വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏതു കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഈ 10 കൽപ്പനയും കൂടെ ഒരു മിക്സിക്കകത്ത് അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് നമ്മുടെ കൈ തന്നു. ഒറ്റ കൽപ്പനയായിട്ട് തന്നു. ഒറ്റ കൽപ്പന. ഇത്രയും കൽപ്പനയും കൂടെ സംക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവൻ ഒന്നാക്കിയിരിക്കുകയാണ്. ഈ 10 കൽപ്പന 10 = 1. എന്താണെന്നറിയാം ആ കൽപ്പന? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, നാം ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പറയുന്നവർ, ഒരാളെ നമുക്ക് ഇഷ്ടമല്ലാതായാൽ, ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നാം എത്രയും പൊക്കി പറയാമോ അത്രയും പുകഴ്ത്തി പറയും. പക്ഷേ ഒരാളെ ഇഷ്ടമല്ലാതായാൽ ആ മനുഷ്യനെ എത്രയും താളടിക്കാമോ, എത്രയും താറടിക്കാമോ അത്രയും നമ്മൾ ഇകഴ്ത്തി സംസാരിക്കും. ഞാൻ ഉൾപ്പെടുന്ന ദൈവമക്കളുടെ സമൂഹത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഏതു വേദിയിലും എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ ഏതു മാധ്യമത്തിലൂടെയും നാം ആ ദൈവദാസന്മാർക്കെതിരെ കുറ്റം പറയും, അവരെ വേദനിപ്പിക്കും, അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പിച്ചു ചിന്തും. ദൈവമക്കളെ, ഹല്ലേലൂയ, വീഴുന്നവരെ താങ്ങുന്ന ഒരു കരമായി നമ്മുടെ കരം തീരട്ടെ. പെന്തിക്കോസിനകത്ത് ആർക്കെങ്കിലും ഒരു വീഴ്ച വന്നാൽ ആ വീണവനെ എങ്ങനെ താങ്ങി നിർത്തി ക്രിസ്തുവിൽ അവനെ എങ്ങനെ റെസ്റ്റോർ ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമുക്കങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. കല്ലെറിയുന്നവരുടെ കൂടെ നിന്ന് കല്ലെറിയാനും അവൻ അവസാനത്തള മണ്ണ് അവൻ്റെ തലയെ വെട്ടിയിട്ട് അവൻ ഒരിക്കലും കയറി വരാത്ത രീതിയിൽ
അവനെ ഒതുക്കാനുമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആർദ്രത നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പൊങ്ങി വരാൻ ഇന്ന് രാത്രിത്തെ ബൈബിൾ ക്ലാസ്സിന് അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, സ്നേഹം കൂട്ടുകാരനോട് ദോഷം പ്രവർത്തിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മൾ ആർക്കും ദോഷം പ്രവർത്തിക്കരുത് കേട്ടോ. നാം സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, മറ്റുള്ളവരുടെ കുറവുകളെ മറച്ചു പിടിച്ചിട്ട് അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് കറക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ നോക്കിക്കേ, എല്ലാവരും മുഖത്തെ രോമകൂപങ്ങൾ പിടിതെടുക്കുമ്പോഴും ആമേൻ കർണക്കുറ്റിക്ക് അടിക്കുമ്പോഴൊന്നും മിണ്ടാതിരിക്കുക. റീസൺ എന്തെന്നറിയാമോ? ആമേൻ, ആക്ഷേപം ശ്രമിച്ച് നൊന്ന് പ്രസവിച്ച ഒരു അമ്മയുടെ മകനാണ്. അമ്മ ആർക്കെതിരെയും തിരിച്ച് ആക്ഷേപം പറയാനോ നിന്ദിക്കാനോ ഒന്നും പോയില്ല. വീട്ടിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. നല്ല അപ്പന്റെ അമ്മയുടെ മകനായിട്ടാണ് യേശു കർത്താവ് വളർന്നു വന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരശുശ്രൂഷയ്ക്ക് മുമ്പ് ജോസഫ് മരിച്ചുപോയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ തെളിവില്ല, കാരണം പിന്നീടുള്ള ബിബ്ലിക്കൽ അക്കൗണ്ട്സിലൊന്നും ജോസഫിനെ കാണുന്നില്ല. ബട്ട് ഐ നോ ഹി വാസ് എ മാൻ ഓഫ് ഗോഡ്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് യേശുവിന്റെ ഈ ലോകത്തിലുള്ള അപ്പനായ ജോസഫ്. വീട്ടിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. ദൈവദാസന്മാരെ കല്ലെറിയുമ്പോഴും മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ അടുത്ത തലമുറ അതിനെ മോഡലാക്കാൻ സാധ്യതയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കൽപ്പനയും കൂടെ സ്തോത്രം ഒരുമിച്ച് ദൈവം ആമേൻ നമ്മുടെ കയ്യിൽ തന്നേക്കുക. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ആമേൻ. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. ആ യോഹന്നാന്റെ ആ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാകും. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാണ്. In the name of Jesus.